ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനിയാണ് എന്നോടൊപ്പം. നമസ്കാരം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് വിശ്വസിക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ നിരപരാധി അല്ലാത്തത് കൊണ്ട് ശിക്ഷിക്കപ്പെടണം എന്നതിൻ്റെ ലക്ഷ്യം. നിങ്ങളിപ്പോ പറയുന്നത് പ്രതികൾ നല്ലവരായിരുന്നു. പ്രതികൾ നല്ലവരാണെന്ന് പറയുന്നില്ല. ഒരു വീഡിയോയിലേക്ക് പോവാം. എനിക്ക് ഇവനെ കേൾക്കുകയും കാണുകയും വേണ്ട. ഞാനെന്നെ വെട്ടി കണ്ടിച്ചിട്ട് ഇവിടെ എനിക്ക് പറ്റില്ല. ഞാൻ കൊള്ളില്ലാത്ത വക്കീലാണ്. കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ അറിയാൻ പാടില്ല, കോടതിയിൽ കേസ് നടത്താൻ അറിയാൻ പാടില്ല. ഞാനല്ലേ ഈ കേസ് ജയിച്ചത്. എവിടെ ജയിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം? ജഡ്ജിയെ മാറ്റാനായിട്ട് ഒരുപാട് പുറകെ പോയതല്ലേ. ഈ ലാലിന്റെ ഡ്രൈവർ ആയിരുന്നല്ലോ പൾസർ സുനി. എന്തുകൊണ്ട് ലാലിന്റെയോ അല്ലെ മകന്റെയോ പേര് ചർച്ചയിൽ പെടുന്നില്ല? അഡ്വക്കേറ്റ് മിനി പറയുന്നത് ഇതിലൊന്നും ആശ്വസിക്കാൻ സമയമായിട്ടില്ലെന്നാണോ? ആർക്ക്? നിങ്ങൾ ആരുടെ കൂടെയാണ്? അതിജീവിതയുടെ കൂടെയാണോ ദിലീപിന്റെ? ദിലീപ് ആശ്വസിക്കാറായിട്ടില്ല. ഉറപ്പിക്കാവോ? ഇനിയാണ് എന്റെ ഷോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനിയാണ് എന്നോടൊപ്പം. നമസ്കാരം. ഒത്തിരി സന്തോഷം നേർക്കുനേർ ഇരിക്കാൻ സാധിച്ചതിൽ. ആദ്യം തന്നെ 8 വർഷത്തെ ഒരു യാത്രയായിരുന്നു. എന്തു തോന്നി നിമിഷം? ഞാൻ തോറ്റിട്ടില്ല, അതിജീവിതയും തോറ്റിട്ടില്ല. ഈ കോടതിയിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ, ക്രിമിനൽ പ്രത്യേകിച്ച് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്കണം. ഓക്കെ. ഇങ്ങനെയുള്ള കുട്ടികൾ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റിന് വിധേയരാകുന്നവർ പൊതുസമൂഹത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നതാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. നമ്മളുടെ അതിജീവിതയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിലേക്ക് അവർ തിരിച്ചു വന്ന് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഇപ്പം മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ തന്നെ അവർ പങ്കെടുത്തു ഇന്നലെയല്ലേ. ഈ കാലം ഭയങ്കര ട്രോമ അനുഭവിച്ചെങ്കിലും അവർ സ്വയം പ്രഖ്യാപിച്ചു ഐ ആം എ സർവൈവർ. അതിനുശേഷം അവർ സിനിമകൾ ചെയ്തു, യാത്രകൾ ചെയ്തു, വിവിധ രാജ്യങ്ങളിൽ പോയി, വിവാഹം കഴിച്ചു, സന്തോഷകരമായി അവർ ജീവിക്കുന്നു. അപ്പോൾ അവധി ജീവിതയെ ഇങ്ങനെ ചെയ്ത ആളുകളും വലിയ രീതിയിലുള്ള സാമൂഹികമായ ഒറ്റപ്പെടലിന് വിധേയമായി കൊണ്ടിരിക്കുക. നമ്മളിതെല്ലാം പറയുമ്പോഴും 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് വിശ്വസിക്കുന്നുണ്ടോ? ഇക്കാര്യത്തിൽ നിരപരാധി അല്ലാത്തത് കൊണ്ട് ശിക്ഷിക്കപ്പെടണം എന്നതിൻ്റെ ലക്ഷ്യം. ഈ ജനങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കണം? ഇന്ന് തന്നെ മാർട്ടിൻ്റെ ഒരു വീഡിയോ കാണുവാനിടയായോ? മാർട്ടിൻ്റെ ഒരു വീഡിയോ കള്ള വീഡിയോ അല്ലേ? അത് കള്ളവാന്ന് പറയാൻ കാരണം ഞാനതാ ചോദിച്ചു, ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കും? പരിപൂർണമായ ആ കേസിൽ കുറ്റവാളിയാണ്. അത് മനസ്സ് തൊട്ട് പറയാം, മനസ്സ് തൊട്ട് പറയാം. എനിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയാം, അല്ലാതെയും അറിയാം. മാർട്ടിൻ ഇട്ടപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നു. ആരും വിശ്വസിക്കും? അതിൽ മാർട്ടിൻ പറയുന്നുണ്ട്. അതാണ് ദിലീപിന്റെ പക്ഷത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ വിശ്വസിക്കും, അല്ലെങ്കിൽ മാർട്ടിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ വിശ്വസിക്കും. മാർട്ടിൻ ചെയ്ത തെറ്റെന്താ? മാർട്ടിൻ ഒരു പെൺകുട്ടീനെ ജോലി സ്ഥലത്തേക്ക് ഡ്രൈവർ എന്ന രീതിയിൽ പോകുന്നു. അത് ലാല് പറഞ്ഞിട്ടാ പോകുന്നതാണല്ലോ പറഞ്ഞത്. ലാല് പറഞ്ഞോട്ടെ, ആര് പറഞ്ഞിട്ട് പോയാലും ഹീസ് എ ഡ്രൈവർ. ആ ഡ്രൈവറല്ലേ സുരക്ഷിതമായി അവിടെ കൊണ്ടാക്കുന്നത്. അല്ല, എന്നെ എൻ്റെ ഉദ്യോഗസ്ഥൻ ജോലിക്ക് എടുത്തു കഴിയുമ്പം ഉദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ. ആയിക്കോട്ടെ, അത് ശരി, അത് കറക്റ്റ്. നിങ്ങൾ കൊണ്ടുപോയി, നിങ്ങൾ മാർട്ടിനെ ഡ്രൈവറായിട്ട് കൊണ്ടുപോകുന്നു. മാർട്ടിൻ അവരെ വീട്ടിൽ ചെന്നു, അവരൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നു. സുരക്ഷിതമായി ആ കുട്ടിയെ ലാൽ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കേണ്ട ജോലിയല്ലേ മാർട്ടിനുള്ളത്. മാർട്ടിൻ എന്തിനാണ് മെമ്മറി കാർഡ് നശിപ്പിച്ച്, ഫോൺ നശിപ്പിച്ച് ബാത്റൂമിലിട്ട് ആ സമയത്ത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞത്? ഈ അതിജീവിത ഓടിച്ചെല്ലുന്നത് ലാലിൻ്റെ വീട്ടിലാണല്ലോ. ഈ ലാലിൻ്റെ ഡ്രൈവർ ആയിരുന്നല്ലോ പൾസർ സുനി. എന്തുകൊണ്ട് ലാലിൻ്റെയോ അല്ലെ മകൻ്റെയോ പേര് ചർച്ചയിൽ പെടുന്നില്ല? അല്ലെങ്കിൽ
ഇവരൊരു കുറ്റവാളിയെ പോലെ ആരോപിക്കുന്നില്ല? ഞാൻ നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴേ ആ നിങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു സുനിക്ക് വേണ്ടിയിട്ടും ദിലീപിന് വേണ്ടിയിട്ടുമാണെങ്കിൽ അല്ല, ഞാൻ അവരുടെ പക്ഷമല്ല, ഞാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുക. നിങ്ങളിപ്പോൾ പറയുന്നത് പ്രതികൾ നല്ലവരായിരുന്നു എന്നുള്ളതാണ്. പ്രതികൾ നല്ലവരാണെന്ന് പറയുന്നില്ല. കുട്ടാ, എനിക്ക് നിങ്ങളുടെ അടുത്ത് തർക്കിക്കാനോ തല്ലുപിടിക്കാനോ, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മനുഷ്യൻ, അവരെന്നെ വിളിക്കുന്നു. എന്നെ വിളിക്കുമ്പോൾ നിരവധി പ്രാവശ്യം വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്ന് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരാനായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം ഇപ്പം നിങ്ങൾ വലിയ സംവിധാനമുള്ള ആളുകൾ, അല്ല, അഡ്വക്കേറ്റിനെ തീർച്ചയായിട്ടും ഞാൻ മാനിക്കുന്നു. ഞാൻ നിങ്ങളെയും ബഹുമാനിക്കുന്നു. അപ്പോൾ ഞാൻ സ്നേഹത്തോടെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആരുടെ പക്ഷം നിന്ന് എനിക്ക് പറ്റില്ലാന്ന്. കാരണം ഇതൊക്കെ കോടതിയിൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കോടതിയെ ബാധിക്കുന്ന, ജഡ്ജ്മെന്റിനെ ബാധിക്കുന്ന, അപ്പീലിനെ ബാധിക്കുന്ന ഒരു ഉത്തരവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, ഞാൻ ചെയ്യില്ല. നമ്മൾ കോടതി വിശ്വസിക്കുന്ന ഒരാളല്ല അഡ്വക്കേറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് അപ്പീലിൽ കിടക്കുന്ന ഒരു വിഷയമാണ്. ഇതിപ്പോ ഞാനല്ല, വേറെ അഡ്വക്കേറ്റിനോട് നിങ്ങൾക്ക് ഇത് ചോദിക്കാം, എന്നോട് അല്ല, അതിജീവിതയുടെ അഡ്വക്കേറ്റ് ആണല്ലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ പറയുന്ന ഓരോ വാക്കും ബാധിക്കുന്ന ആ കുട്ടീനെ ആയതുകൊണ്ട് അത് പറയാൻ ഞാൻ തയ്യാറല്ല. ഇതിനിടയിൽ ഞാൻ കേട്ടു എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ, അഡ്വക്കേറ്റിന് ഒരുപാട് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അത് ഞാൻ കൊള്ളില്ലാത്ത ഒരാളാണെന്നും പറഞ്ഞ് ദിലീപ് 250 പേരെ സെറ്റാക്കിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ഞാൻ കൊള്ളില്ലാത്ത അഡ്വക്കേറ്റ് ആണെന്നും, ഞാൻ കേസ് നടത്തിയ ഒരു കേസാണ്, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ഒറ്റ കേസാണ് ഞാൻ നടത്തിയത്. ആ കേസ് ഞാൻ വിജയിക്കുകയും ചെയ്തു. ഞാൻ വിജയിച്ച ധാരാളം കേസുകളുമുണ്ട്, ഇപ്പോഴും വിജയിച്ചുണ്ട്. ഞാൻ തോറ്റൊരു കേസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ അന്വേഷിച്ചിട്ട്? ഇല്ലല്ലോ, സാധ്യമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് മനഃപൂർവ്വം ഈ ഒരു ഇതിന് ശേഷം എന്നെ ടാർഗറ്റ് ചെയ്ത് എന്നെ സൈബർ ആക്രമണം നടത്തി എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അഡ്വക്കേറ്റിനെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അത് ഞാനാണ് ഇവർ നേരിട്ട് സംസാരിക്കാത്തതുകൊണ്ട് ഞാനാണ് ഇവർക്ക് വേണ്ടി ഓപ്പണായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അഡ്വക്കേറ്റിന്റെ സംസാരത്തിൽ നമുക്കറിയാം, എല്ലാം തുറന്ന് സംസാരിക്കും. അവിടെ ആരെയും പേടിച്ചു നിൽക്കുന്ന ആവശ്യമല്ല. പേടി എനിക്കില്ല, പക്ഷെ എല്ലാം സംസാരിക്കില്ല. പിന്നെ അത് ആരെയും പേടിക്കുന്നുണ്ടോ? ഇല്ല, പേടിക്കണോണ്ടല്ല, ഗാന്ധിജി പറഞ്ഞതുകൊണ്ടാ. മഹാത്മാഗാന്ധിനെ അറിയോ? അറിയും, പിന്നെ തീർച്ചയായിട്ടും അറിയൂലേ? അപ്പൊ അങ്ങനെയാണ് പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയുമോ? എല്ലാ സത്യവും എപ്പോഴും പറയണമെന്നില്ല, പറയുന്നത് സത്യമായി മതി. അത് മതി, വലിയ വാക്കുകളാ. വിളിച്ചപ്പോൾ ഞാൻ വന്നു. എനിക്ക് അത്തരത്തിലുള്ള, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഒരു കാരണവശാലും എനിക്ക് ജഡ്ജ്മെന്റായിട്ട് ബന്ധപ്പെട്ടോ അതിനെ ബന്ധപ്പെട്ടോ ഒരു കാര്യം സംസാരിക്കാൻ പെർമിഷൻ എനിക്ക് സ്വയമില്ല. എൻ്റെ റെസ്ട്രിക്ഷനാണ്, അത് ലീഗൽ റെസ്ട്രിക്ഷനാണ്. ഞാൻ ചെയ്യുന്നത് അതിജീവിതയ്ക്ക് ദോഷമാവും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയില്ല. ഈ 8 വർഷക്കാലം ഞാൻ എൻ്റെ ലൈഫ് വേണേ പറയാം. അതാണ് 8 വർഷക്കാലം അഡ്വക്കേറ്റ് യാത്ര ചെയ്തത് ചെറിയൊരു യാത്രയായിരുന്നു അല്ല? അതിലെന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിരുന്നു? ഞാൻ ഒരു കേസിലല്ല ഇങ്ങനെ യാത്ര ചെയ്തേക്കണം. അല്ല, ഞാനൊരു 17ാമത്തെ വയസ്സിൽ ഞാൻ ആക്സിലേറ്റ് ആണ്. ആ കാലഘട്ടത്തിൽ കെ വേണു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു മൂവ്മെന്റ് ഇവിടെ ഉണ്ടായിരുന്നു 70കളിൽ. അപ്പോൾ ആ 70കളിൽ ഇവിടുത്തെ മുതലാളിമാർക്കെതിരെയും ജന്മിത്വത്തിനെതിരെയും പോരാടിയ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള CPIM-ൽ നിന്ന് പിളർന്നു പോകുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ടായിരുന്നു. മനസ്സിലായ? അവർ ഇവിടുത്തെ ഒരുപാട് ജന്മിമാരെ അനിഹിലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ജന്മിത്വം ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ആ മൂവ്മെൻറ്റിൽ 17ാമത്തെ വയസ്സിൽ വന്ന ഒരാളാണ് ഞാൻ. പേടിയില്ല. അന്ന് മരണം മുന്നിൽ കണ്ടാണ് വരുന്നത്. മരിക്കും, ആ പ്രസ്ഥാനത്തിൽ പോയാൽ മരിക്കും. ധീരയാണോന്ന് എനിക്കറിയില്ല. മരിച്ചാലും നീതിക്ക് വേണ്ടി നിൽക്കണം എന്ന് കരുതി വരുന്നവരാണ് ഞങ്ങൾ അന്ന്. ഇന്ന് ആ പ്രസ്ഥാനം ജനാധിപത്യ പ്രസ്ഥാനമാണ്. ഞങ്ങൾ അത്തരത്തിലുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച ആൾക്കാരാണ്. ജന്മിത്വവും ഇവിടെ ഇല്ല. പണ്ട് ജന്മിമാർ എന്തിനു ചെയ്തിരുന്നറിയാമോ? ആ ജന്മിമാർ വയനാട്ടിലൊക്കെ അവരുടെ കുടുംബങ്ങളിലുള്ള ചുറ്റും പണി ചെയ്യുന്ന ആളുകളില്ലേ, അവർ ഒരു കല്യാണം കഴിച്ചാൽ ആ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടീനെ ആദ്യ രാത്രി ഈ ജന്മിക്കുള്ളതാണ്. കടപ്പുറ പങ്കിടണം, ജന്മിക്കുള്ളതാണ്. അതൊന്നും അങ്ങനെ ആവർത്തിക്കണ്ടല്ലോ. പറഞ്ഞത് മനസ്സിലായില്ലേ അതിൻ്റെ സെൻസ്? താൻ അങ്ങനെ ചെയ്യുമോ? തൻ്റെ ഭാര്യനെ ജന്മിക്ക് കൊടുക്കുമോ? ഇല്ലില്ല. അതിനെതിരായിട്ട് ജന്മിമാരെ തന്നെ തട്ടിക്കളഞ്ഞൊരു പാർട്ടിയാണ്. ആ കരുത്ത് എനിക്കുണ്ട്. അപ്പോൾ ഈ സൈബർ ആക്രമണം നടത്തി, അപ്പം എന്നെ മാറ്റണം, അത് അവരുടെ ആഗ്രഹമായിരുന്നു. അല്ല, ഒരു പക്ഷെ എന്തുകൊണ്ട് അഡ്വക്കേറ്റിനെ മാറ്റിയത് കൊണ്ട് അവർക്ക് എന്താണ് ഗുണം? ഞാൻ ഈ കേസിൽ ഇല്ലാന്നേ, അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്.
ഓക്കെ അതാണ് ഇതിലെ കാര്യം. യഥാർത്ഥത്തിൽ കേസ് നടത്തുന്നത് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള രാജകുമാർ സാറാണ്. ഓക്കെ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രം ഞാൻ ചെയ്യണത്. ഓക്കെ പക്ഷെ പുറത്തു നിന്ന് അതിജീവിതയ്ക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവര് എങ്ങനെയെങ്കിലും എന്നെയും കൂടി മാറ്റണം. ഓക്കെ അവർക്ക് ആരും ഉണ്ടാവാൻ പാടില്ല, ഒറ്റപ്പെടണം, അവരൊറ്റപ്പെടണം. അതായിരുന്നു അതിനു വേണ്ടി പറയുന്നതാ. എനിക്കിതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ മറുനാടൻ മലയാളം എന്തോരായി എനിക്കിത് പറഞ്ഞോണ്ടിരിക്കുന്നത്. പറയുന്നത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും? ഇല്ല, കാരണം എന്താ വെച്ചാൽ മനഃപൂർവ്വം പറയുന്നതെന്ന് എനിക്കറിയാലോ. കാരണം അങ്ങനെ ഒരു സംഭവങ്ങളില്ല. ഇയാള് ഇതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇനി പണ്ട് 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 എന്നും പറഞ്ഞിട്ടാണ് ഈ പറയണത്. ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമാണ് പറയണതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതല്ലാത്ത കുറേ കാര്യങ്ങൾ പറയാം. ഞാൻ കൊള്ളില്ലാത്ത വക്കീലാണ്, കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ അറിയാൻ പാടില്ല, കോടതിയിൽ കേസ് നടത്താൻ അറിയാൻ പാടില്ല. ഞാനല്ലേ ഈ കേസ് ജയിച്ചത്. എവിടെ ജയിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഉത്തരം തരും? എടോ, മെമ്മറി കാർഡിന്റെ കേസ് അറിയോ തനിക്ക്? അറിയാം. ആ കേസ് ജയിച്ചോ? ജയിച്ചു. അത് ആരാ ജയിച്ചേ? അല്ല, ഞാൻ ചോദിക്കുന്നത് അത് അതിജീവിത ജയിച്ചു. അതിജീവിതയ്ക്ക് അഡ്വക്കേറ്റ് ആരായിരുന്നു? TB മിനി. അതത്രേ ഉള്ളൂ. അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്നത് കേസ് വേറെ നടത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് പറയണം ജനങ്ങളോട്. ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താ അറിയോ? എന്ത് വിശ്വസിച്ചോട്ടെ, ജനങ്ങൾക്ക് എന്നെ അറിയാം. അഡ്വക്കേറ്റ് നമ്മൾ തിരുത്തണം. അത് ആളല്ലല്ല. 56 വയസ്സായി. 17 വയസ്സ് മുതൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ 21ാമത്തെ വയസ്സിൽ ലോ കോളേജിൽ വന്നപ്പോഴേ 4 പേരെ വെച്ച് സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത 4 പേരെ വെച്ച് അഡ്വക്കേറ്റ് മിനിനെ ജനങ്ങൾക്ക് അറിയാം, നന്നായിട്ടറിയാം. നിങ്ങൾക്കിപ്പോൾ ചെറുപ്പക്കാർക്ക് കുറെ ആൾക്കറിയില്ല. നിങ്ങളിപ്പോൾ ഞങ്ങളൊന്നും ശ്രദ്ധിക്കില്ല, പ്രായമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇവിടെ വരിക്കുന്നത് കേട്ടോ. ഇല്ല, ഇതിപ്പോൾ ഈ കേസിൻ്റെ കാര്യമായതുകൊണ്ടാ ഞങ്ങളൊന്നും ശ്രദ്ധിക്കണില്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഈ ചെറുപ്പക്കാരുടെ ലോകം വേറെയാണ്. പിന്നെ അവർ ഈ നാട്ടിൽ നിന്നും പോവുകയാണ്. പിന്നെ ഈ നാട്ടിൽ കിടന്ന് ഇങ്ങനെ പാവം പണിയെടുക്കണം. നിങ്ങളെന്തിനാ ശ്രദ്ധിക്കുന്നത്? ഈ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പൊ ഈ അഡ്വക്കേറ്റിലുണ്ട്? 30 വർഷമായി. 30 വർഷമായി. 6ാമത്തെ മാസത്തിൽ ഇൻഡിപെൻഡന്റ് ആയാണ് ഞാൻ. ഓക്കെ. എൻ്റെ വക്കാലത്ത് നിങ്ങൾ ഹൈക്കോടതിയിൽ മാത്രം, മറ്റു കോടതികളൊന്നും നോക്കണ്ട, ഹൈക്കോടതിയിൽ മാത്രം ഈ വർഷം എനിക്ക് എന്തൊരു വക്കാലത്ത് ഉണ്ട് നോക്കും. ഞാൻ എന്നിട്ട് ചെറിയ വക്കീലാണോ നിങ്ങൾ ചോദിച്ചാൽ മതി. ഏത് കേസ് ഞാൻ തോറ്റത് പറയും. അതെ, നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ ചാനലിൽ പറഞ്ഞു ഞാനൊരു കേസ് ഈ വർഷം നടത്തി ഏതെങ്കിലും ഒരു കേസ് ഞാൻ തോറ്റിട്ടുണ്ടോ എന്ന് പറയും. പോട്ടെ, 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും കേസ് ഞാൻ തോറ്റിട്ടുണ്ടോ എന്ന് പറയും. പിന്നെ ആളുകള് അഡ്വക്കേറ്റ് TB മിനി കൊള്ളത്തില്ല, വക്കീലൊക്കെ പോരാ, എന്ത് ചെയ്യാൻ പറ്റും? തോന്നിയാസം പറയണേ, അവർക്കൊരു മറുപടി കൊടുക്കണ്ടേ? എന്തിന് ഈ വിവരമില്ലായ്മയ്ക്ക് ഒക്കെ മറുപടി പറയും. എനിക്ക് വേറെ പണിയില്ലാണ്ടിരിക്കില്ലല്ല. ഇപ്പൊ നാളെ രാവിലത്തേക്കുള്ള കാര്യങ്ങൾ ഇന്ന് എനിക്ക് പ്രിപ്പയർ ചെയ്യാം. താനിവിടെ എന്നെ പിടിച്ചിരുത്തുമ്പോ എന്റെ ടെൻഷൻ അതാ. നമുക്ക് അതിന്റെ പിറകെ പോകാൻ സമയമില്ല. എന്റെ കക്ഷികളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പൊ പറയുന്നവര് പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ, അഡ്വക്കേറ്റ് മിനി തളരത്തില്ല. എന്നെ തളർത്താൻ അവരെ കൊണ്ട് 10 ജന്മം തള്ളറില്ല. കുറച്ച് വിശ്വാസമാണ്. താൻ എന്നെ വെട്ടി കണ്ടിച്ചിട്ട് ഇവിടെ ഞാൻ തളരുമെന്ന് നോക്ക്. ഇതിൽ കൂടുതൽ എന്ത് പറയാൻ? അതൊരു സഖാവിന്റെ ഉന്മേഷം കേട്ടോ. ഉന്മേഷം ഒന്നല്ല, ഞാൻ സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കും. അപ്പൊ അത്രമേൽ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ലൈഫില് അഡ്വക്കേറ്റ് മിനി? യെസ്, ആ ചോദ്യം വളരെ പ്രസക്തമാണ്. എൻ്റെ അമ്മ ഒരു കർഷക തൊഴിലാളിയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് ഇവിടെ എത്തിയത്. എന്നെ സംബന്ധിച്ച് പാവപ്പെട്ട മനുഷ്യർക്കും നീതി നിഷേധിക്കുന്നവർക്കും നീതി നേടിക്കൊടുക്കാനാണ് ഞാൻ വക്കീലായത്. അല്ലാതെ പണം ഉണ്ടാക്കാനോ വലിയ വക്കീലാവാനോ കുറേ കാശുണ്ടാക്കാനോ അല്ല. പണം എന്ന് പറഞ്ഞാൽ 1 രൂപ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോയില്ല. അപ്പൊ ഈ ആൾക്കാർ ട്രോളെന്ന് കളിയാക്കുന്ന അഡ്വക്കേറ്റ് മിനി അല്ലാത്തൊരു മിനി ഉണ്ടല്ലേ? അവർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ പുതിയ തലമുറയ്ക്ക് എന്നെ ഒട്ടും അറിയില്ല. ഒരു 10 വർഷം മുന്നേ വരെയുള്ള ഞാൻ എത്ര കേസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇല്ല, പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി കേസ്, അതും കഴിഞ്ഞ് ഈ സൂര്യനെല്ലി കേസിൽ ഞാൻ അസിസ്റ്റ് ചെയ്ത് എൻ്റെ കൂട്ടുകാരിയായിരുന്നു ആ കേസ് എടുത്തത്. അതും TB മിനി ആയിരുന്നോ? അതല്ല, എൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു. ഓക്കെ. സൂര്യനെല്ലി കേസിൽ ജസ്റ്റിസ് ബസന്തിന്റെ കോലം കത്തിച്ച 4 പേരിൽ ഒരാൾ ഞാനാണ്. കത്തിച്ചതില് കോലം കത്തിച്ചു. അയാള് ജഡ്ജ് പറയുന്ന സമയത്ത് ജഡ്ജ്മെന്റ് പറയുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നില്ല പറഞ്ഞ് എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. എന്നിട്ട് ഈ കേസ് സുപ്രീം കോടതി പോയി. ആ സുപ്രീം കോടതി തിരിച്ചു വന്നിട്ട് ജസ്റ്റിസ് KT ശങ്കറിന്റെ ബെഞ്ചിലാ വിധി പറയണേ. ആ വിധിയിൽ ജസ്റ്റിസ് ശങ്കരൻ പറഞ്ഞത് എല്ലാ പ്രതികളെയും ശിക്ഷിച്ചു എന്ന് മാത്രമല്ല, ഒരു സ്റ്റേറ്റ്മെന്റ്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഒരു സ്ത്രീ ഒരിക്കൽ അനുവാദമില്ലാതെ സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയമായ മരണം വരെ അവരെ അത് ഹോൾഡ് ചെയ്യുന്നു. മനസ്സിലായ? സ്ത്രീകൾക്ക് പോലും പറയാൻ കഴിയാത്ത അത്ര ഗംഭീരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതിൽ പറഞ്ഞു.
കിളിരൂർ കേസ് ഓക്കെ. പ്രതികൾ 3 പ്രാവശ്യം CBI കുറ്റപത്രം സമർപ്പിച്ചു. വർഷങ്ങളാണ് ഇതൊക്കെ പോണതേ. ഓക്കെ. ആ 3 പ്രാവശ്യവും ആ CBIയുടെ കുറ്റപത്രം തള്ളിച്ച വ്യക്തിയുടെ പേര് എന്താണെന്ന് അറിയാമോ? അഡ്വക്കേറ്റിന്റെ പേര് TB മിനിയാണോ? അതാണ്. മനസ്സിലായ? ആ പ്രതികൾ മുഴുവൻ ശിക്ഷിച്ചു. അതുപോലെ ഈ കേസിലും TB മിനി എടുത്തതിൽ ശിക്ഷിച്ചല്ലോ. നിക്ക് ഓക്കെ. ജിഷ കേസ്, സൗമ്യ കേസ്, അതിൻ്റെ ഇടയിൽ സൗമ്യ കേസ്, സൗമ്യ കേസിലെ മറ്റേ ഗോവിന്ദചാമി ഇല്ലേ, ഓക്കെ, അയാളെ ശിക്ഷിച്ച കാരണം TB മിനി. അപ്പൊ എന്തുകൊണ്ട് അത് ജനങ്ങൾ അറിയുന്നില്ല? 2 കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ആ കേസിൽ അപ്പിയർ ചെയ്തുകൊണ്ട് ജഡ്ജ്മെന്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. ശ്രീജിത്ത് പണിക്കരി എന്ന് പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഈ കേസിൽ 6 പ്രതിയെ ശിക്ഷിച്ചു. അതെ. 4 പ്രതികളെ വെറുതെ വിട്ടിട്ടുള്ളൂ. അപ്പോൾ നിയമ സംവിധാനത്തിൽ ഇന്നിപ്പോൾ ഒരു ജഡ്ജിക്ക് ആ തെളിവ് പോരാ എന്ന് തോന്നിയാലും ഹൈക്കോടതിയിലെത്തുമ്പോൾ ആ ജഡ്ജിക്ക് തോന്നാം ഈ തെളിവ് മതി, അപ്പം ശിക്ഷിക്കും. മനസ്സിലായ? ഇപ്പം ശിക്ഷിച്ചില്ല എന്ന് എഴുതി അഹങ്കരിക്കണ്ട. അല്ല, ആരും അഹങ്കരിക്കണ്ട. ജഡ്ജിയെ മാറ്റാനായിട്ട് ഒരുപാട് പുറകെ പോയതല്ലേ? ജഡ്ജിയെ മാറ്റാനായിട്ട് ഒരുപാട് അതിജീവിത ആളുകൾ പോയല്ലോ. അത് ശരിവെച്ചില്ലേ ഇപ്പൊ? ഞാൻ പറയട്ടെ, താൻ എന്നോട് പറയാണ്, മാഡം നിങ്ങൾ ഈ ഓഫീസിൽ വരണ്ട, എനിക്ക് നിങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തോ സംശയം തോന്നുന്നുണ്ട്. ഞാൻ പ്രൗഡാണെങ്കിൽ ഞാൻ എന്തു പറയും? ഞാൻ മാറാം. ഞാനില്ല കേട്ടാ. എന്താ പറഞ്ഞ? അല്ല, നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ ഒരു ലേഡിയെ വെച്ചത്. ലേഡീനെ വെച്ചപ്പോ ഇവരെ വെക്കാൻ പറഞ്ഞോ? അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് മേൽക്കോടതി പോയപ്പോ വേറെ ലേഡികൾ ഇവിടെ ഇല്ലേ? ഓക്കെ, ലേഡിയെ വെച്ചു. എന്തോരം ജഡ്ജിമാർ വേറെ ഉണ്ട്? അഡ്വക്കേറ്റ് പറഞ്ഞിട്ട് ഒരു ലേഡി വക്കീലിനെ, ഒരു ലേഡി ജഡ്ജിനെ വെക്കണമെന്ന് പറഞ്ഞു. ലേഡിയെ വെക്കണമെന്ന് പറഞ്ഞു. ഒരു ലേഡി വക്കീലിനെ വെച്ചു. ആ ഇപ്പൊ അത് പുരുഷനാണെങ്കിൽ എന്നും വിചാരിക്കും. ശരി, ഞാൻ പറയാണ്, പുരുഷനായിട്ടുള്ള ഒരു ജഡ്ജിനോട് പറയാം, എനിക്ക് ഈ കോടതിയിൽ, ഞാൻ ഹൈക്കോടതിയിലുണ്ട്, ഹൈക്കോടതിയിൽ ഏതെങ്കിലും ഒരു കക്ഷി ഈ കോടതിയിൽ എനിക്ക് അവിശ്വാസം ഉണ്ടെന്ന് ചീഫ് ജസ്റ്റിസിനോട് ചെന്ന് പറഞ്ഞാൽ ആ നിമിഷം മാറും ജഡ്ജിമാര്. കാരണം ജഡ്ജിമാരെ സംബന്ധിച്ച് വേറെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ അവരപ്പം മാറിയിരിക്കും. അപ്പൊ നിങ്ങൾ മേൽക്കോടതി പോയിട്ട് അവര് മാറ്റിയില്ലല്ലോ, അതിന്റെ കാരണം അത് ചോദിക്കും. അതിന്റെ കാര്യം എന്താണ്? അതിനെന്താ വെച്ചാൽ ജുഡീഷ്യറിയില് ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾ മാറാൻ തയ്യാറാണോ? ഓക്കെ. അപ്പൊ ഇവര് എക്സ്പ്ലെയിൻ ചെയ്യും, എല്ലാവരുടെയും തെറ്റില്ല എന്ന് പറയുമ്പോൾ കോടതി വിശ്വസിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയാണ് ജഡ്ജിയുടെ അടുത്ത്, നിങ്ങൾ ഇത് ചെയ്യണത് ശരിയല്ല, എനിക്ക് നിങ്ങൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ ജഡ്ജി മാറും. സാധാരണ അതാണ്. അത് അവർക്കൂടെ തോന്നണം അല്ലേ? അവർക്കൂടെ തോന്നണം. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തന്നെ പറയും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. എടോ, അത് പൊക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ഒരു ജഡ്ജി അവർ തന്നെ ഇരുന്ന് വിധി പറഞ്ഞു, അവരൊരു വിധിയും പറഞ്ഞു എന്ന് കരുതി എന്താ അപ്പീൽ പോയിക്കൂടെ? അപ്പൊ അഡ്വക്കേറ്റ് മിനി പറയുന്നത് ഇതിലൊന്നും ആശ്വസിക്കാൻ സമയമായിട്ടില്ലെന്നാണോ? ആർക്ക്? ദിലീപ് ആശ്വസിക്കാറായിട്ടില്ല. ഉറപ്പിക്കാവോ? നിങ്ങൾ എന്താ നിയമം അറിയാത്തെ? ഞാൻ ഉറപ്പിക്കുന്നതല്ലേ. അല്ല, അഡ്വക്കേറ്റിന്റെ അത്ര നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചതേ. അല്ല, നിയമം അറിയില്ലേ? ഇത് എത്ര കോടതി ഉണ്ട്? നീ സുപ്രീം കോടതി വരെ ഉണ്ടോ? ഉണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറഞ്ഞാലോ? എന്നാൽ ഈ ഒരു കേസിന് വേണ്ടി 8 വർഷത്തെ ഒരു കാത്തിരിപ്പ് എന്തിനായിരുന്നു? 8 വർഷം. അപ്പൊ സൂര്യനെല്ലി കേസിൽ 32 വർഷമല്ലേ? തെറ്റ് ചെയ്തതാണെന്ന് ഒരു സ്ത്രീക്ക് തോന്നിയാ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണ്ടേ? പെങ്ങളുണ്ടോ? പെങ്ങളുണ്ട്. അമ്മ ഉണ്ട്. വേറെ ഭാര്യ ഉണ്ടോ? ഇല്ല, കല്യാണം കഴിച്ചില്ല. പെങ്ങളെ ഒരുത്തൻ ബ്രൂട്ടലായി റേപ്പ് ചെയ്യുന്നു വിചാരിക്കും, എവിടം വരെ പോകും? യുദ്ധം എങ്ങും പോകത്തില്ല, അവനെ തീർക്കും. നമുക്ക് അല്ല, അതിനപ്പുറം ഞാൻ ചോദിക്കട്ടെ, എവിടെ കൊണ്ടുപോയിട്ട് എന്തോ കാര്യം എന്തോ? അതെ തീർക്കും. പക്ഷെ അങ്ങനെ തീർക്കാൻ പറ്റാത്ത, പക്ഷെ തീർക്കേണ്ട അവൻ ചെയ്യുന്നവനായിരിക്കണം. അല്ല, ഞാൻ പറയണത് തീർക്കാൻ പറ്റാത്തതാവുമ്പോ നമ്മൾ ഈ നിയമയുദ്ധത്തിന് പോകും. എല്ലാവർക്കും തീർക്കാൻ പറ്റില്ല, മനസ്സിലായ? അപ്പൊ ഒരു നിയമയുദ്ധത്തിന് പോകും. ആ നിയമയുദ്ധം അവർക്ക് നീതി കിട്ടുന്നത് വരെ പോകും. ഇവിടെ നീതി കിട്ടിയില്ല അഡ്വക്കേറ്റ് മിനി. ആർക്ക്? അതിജീവിതയ്ക്ക്. 8 പ്രതികളിൽ ദിലീപ് മാത്രമല്ലേ വെളി വന്നിട്ടുള്ളൂ, ബാക്കി പൾസർ സുനി ഉൾപ്പെടെ അവരകത്താക്കിയില്ലേ? എന്താണ് ഈ കേസ്? ഒരു വീഡിയോയിലേക്ക് പോവാം. വേണ്ട,
വീഡിയോയ്ക്കൊന്നും പോകാൻ പാടില്ല. അല്ല അതല്ല, ഒന്ന് കാണുക. സത്യത്തിൽ താൻ എന്നെ കുഴപ്പിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും അല്ലേ, അങ്ങനെ അത് നമ്മൾ ചെയ്യത്തില്ല. ചെയ്യണ്ട. ഇതേ ഞാൻ ആരോടും ഇങ്ങനെ പറയാറില്ല, പക്ഷെ താൻ ഇച്ചിരി കടന്നുകൊണ്ട് കേക്കണേ. എനിക്ക് ഇവനെ കേക്കുകയും കാണുകയും വേണ്ട. വേണ്ട വേണ്ട. തുറക്കേ പറഞ്ഞു, കള്ളത്തരവാ പറഞ്ഞത്. വേറെ കള്ളനാണ് അവൻ. ശരി, നമുക്കപ്പം അവസാനമായിട്ടൊരു ചോദ്യം. ഈ ചില സമയത്ത് നമ്മുടെ നാക്കുകൾ പിഴയ്ക്കുന്നത് അല്ല പിഴയ്ക്കാറുള്ളത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ അഡ്വക്കേറ്റിനോട് ചോദിക്കുക. കഴിഞ്ഞ സംഭാഷണത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് വ്യക്തമാക്കണം. ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അത് ഞാൻ അതിന് മുന്നേ പറഞ്ഞതോ അതിന് ശേഷം പറഞ്ഞതോ വന്നിട്ടില്ല. അപ്പൊ അതൊന്ന് ഇവിടെ ഒന്ന് ക്ലിയർ ആക്കണം. അല്ല, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയില്ല. ഞാനൊരു അയാൾ ചെയ്ത ക്രൂരതയുടെ ഗ്രാവിറ്റിയാണ് പറയണത്. മനസ്സിലായ? എ എന്ന് പറയുന്ന ഒരാൾ റേപ്പാണ്, അത് റേപ്പാണ്. മനസ്സിലായ? എ എന്ന് പറഞ്ഞ ഒരാൾ ബീനെ കൊണ്ട് റേപ്പ് ചെയ്യിക്കണം, അത് ഡബിൾ റേപ്പാണ്, അതിന് മാപ്പില്ല. ഇതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായ? അത് മാപ്പില്ല. ഞാൻ ഇതിന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഏത് പ്രസ്ഥാനത്തിലുള്ളതെന്ന് ഞാൻ തന്നോട് പറഞ്ഞു. അതെ, മനസ്സിലായ? എന്തുകൊണ്ടാണ് ഞങ്ങൾ ജന്മിമാർക്കെതിരെ അനീലേഷൻ ചെയ്തതെന്നും പറഞ്ഞു. മനസ്സിലായ? ഇത്തരം തെറ്റ് ചെയ്ത ആളുകൾക്ക് നിയമത്തിൻ്റെ കുരുക്കിൽ നിന്ന് വേണമെങ്കിൽ പോരാം, പക്ഷേ ജനങ്ങളുടെ കുരുക്കിൽ നിന്ന് പോരാൻ പറ്റത്തില്ല. മനസ്സിലായ? ഞാൻ ഇപ്പോഴും തന്നോട് പറയാം, താൻ ഇതെല്ലാം കാണുന്ന തന്നെ ഭയങ്കര റീച്ചൊക്കെ ഉണ്ടാവാതിരിക്കാം. ദിലീപിൻ്റെ മുഖത്ത് നല്ലോണം സൂക്ഷിച്ചു നോക്കണം. മനസ്സിലായ? ദിലീപിൻ്റെ കുറ്റബോധം ദിലീപിൻ്റെ മുഖത്തുണ്ട്. എനിക്ക് ദിലീപിനോടൊരു വൈരാഗ്യമില്ല. ദിലീപിനെ കൊല്ലണമെന്നോ ദിലീപിന് ശിക്ഷ കിട്ടണമെന്നോ ഒന്നും എനിക്കില്ല. ഞാൻ കണ്ടിട്ടേ ഇല്ലാത്ത ഒരാളാണ്. ഒരു ദിവസം മാത്രം കോടതിയിൽ വന്നപ്പോൾ ഞാൻ കണ്ടു. കാണാത്ത ഒരാളെ പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ അഡ്വക്കേറ്റ് മിനി? നിങ്ങൾ മുഖം നമുക്ക് കാണാമല്ലോ. അയാൾ എത്രയോ ചാനലിലൂടെ നടക്കുന്നു, എത്രയോ പരിപാടികൾ ചെയ്യുന്നു. ഞാൻ പഴയ കണ്ട ദിലീപിൻ്റെ മുഖമേ അല്ല ഇപ്പോൾ. ദിലീപിനെ സംബന്ധിച്ച് ആ കുറ്റബോധം അയാളുടെ മുഖത്തുണ്ട്. അയാൾ ഭയങ്കര വിശ്വാസിയാണ്, അറിയാലോ ദിലീപ്. തീർച്ചയായിട്ടും. മനസ്സിലായ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയമ സംവിധാനത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, സംശയാതീതമായി തെളിയണം. പ്രത്യേകിച്ച് കോൺസ്പിറസി സംശയാതീതമായി തെളിയണം. മനസ്സിലായ? ചിലപ്പോൾ ചെറിയ ലൂപ്പ് ഹോൾസിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. ജഗദീഷ് ശ്രീകുമാർ ഒരു ഇത്തരം കേസിൽ പെട്ടു. ഈ ജഗദീഷ് കുമാറിൻ്റെ അവസ്ഥ എന്താ? രക്ഷപ്പെട്ടില്ലേ? കേസിൽ ശിക്ഷിച്ചില്ലല്ലോ, കേസിന് ശിക്ഷിച്ചില്ല. ആളുടെ അവസ്ഥ എന്താ? പ്രകൃതി എന്ന് പറഞ്ഞൊരു സത്യമുണ്ട്. മനസ്സിലായ? മിനി പറയേണ്ട കാര്യമില്ല. ഞാൻ സാധാരണ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അഡ്വക്കേറ്റ് മിനിയെ പോലെ ഒരാൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഈ പുരുഷന്മാർക്ക് വേണ്ടി നിൽക്കാൻ ആരുണ്ട്? നിങ്ങൾ അത് വലിയൊരു ചോദ്യമല്ലേ? അത് അല്ല, പുരുഷന്മാരെ കണ്ടുപിടിച്ചോളൂ. ഇവിടെ പുരുഷന്മാരുടെ സംഘടന ഉണ്ടല്ലോ, ചേർന്നിട്ടില്ലേ? അതുണ്ട്. രാഹുൽ ഈശ്വറൊക്കെ ഉള്ളേ. രാഹുലുണ്ട്, വേറെയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്കറിയാം അവരെയൊക്കെ. ആ സംഘടന ശരി, അത്രയല്ലുള്ളൂ. സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കട്ടെ, പുരുഷന്മാർക്ക് വേണ്ടി നിന്നോട്ടെ. അപ്പം ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങൾ ആരുടെ കൂടെയാണ്? അതിജീവിതയുടെ കൂടെയാണോ ദിലീപിൻ്റെ കൂടെ?